ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കുവിൻ. ഇതാണ് എല്ലാ നിയമഗ്രന്ഥങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും പറഞ്ഞിരിക്കുന്നതെന്ന് ഈശോ ഇന്നിവിടെ സമർത്ഥിക്കുകയാണ്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് ഈശോ നൽകിയ പുതിയ കൽപ്പനയും ഇതിലടങ്ങിയിരിക്കുന്നു. നിന്നെ ശരിയായി കാണാൻ തുടങ്ങുമ്പോൾ നിന്നിൽ തന്നെ നിന്റെ സഹോദരനും അഥവാ നിന്റെ അയൽക്കാരനും ഉണ്ടെന്ന് കാണാൻ തുടങ്ങുന്നു. അവനവന്റെ കുറവുകളെയും ബലഹീനതകളെയും ശരിയായി മനസ്സിലാക്കുവാൻ തുടങ്ങുന്നിടത്താണ് യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ തിരിച്ചറിയാൻ തുടങ്ങുന്നത്. ഇവിടെയാണ് അടുത്തു നിൽക്കുന്നവനെ കുറിച്ചുള്ള വീക്ഷണഗതിയിൽ നമുക്ക് മാറ്റം വരുന്നത്. എന്നിൽ നിന്നും മറ്റുള്ളവരിലേക്കുള്ള ദൂരം കുറഞ്ഞു വരുന്നു. സ്വാർത്ഥതയുടെ പുറന്തോട് പൊട്ടിത്തുടങ്ങുന്നു. എന്നിൽ കുറവുകളും വീഴ്ചകളും ഉള്ളതുപോലെയാണ് അവരിലും. ഇത്രയും കാലം ഞാനും എൻ്റെയും എന്ന് മാത്രം ചിന്തിക്കാൻ അറിയാമായിരുന്നിടത്ത് നിന്ന് എൻ്റെ അടുത്ത് നിൽക്കുന്ന സഹോദരനും ഇതേ ആവശ്യമുണ്ടെന്ന് തിരിച്ചറിയുന്നു. അപ്പോഴാണ് എന്നെ വിട്ട് മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തുടങ്ങുന്നത്. അവിടെ ദൈവത്തെയും കണ്ടെത്താൻ തുടങ്ങുന്നു. എൻ്റെ ദൈവം എന്നിലേക്ക് വർഷിച്ചിരിക്കുന്ന അളവില്ലാത്ത കൃപകളെ തിരിച്ചറിയാൻ തുടങ്ങുന്നതോടൊപ്പം അവിടുന്ന് എൻ്റെ കുറവുകളും ബലഹീനതകളും പരിഹരിച്ച് എന്നെ സംരക്ഷിക്കുന്ന വിധങ്ങൾ മനസ്സിലാക്കുവാൻ ആരംഭിക്കുന്നു. മറ്റുള്ളവരിൽ വർഷിച്ചിരിക്കുന്ന നന്മകളും അവരുടെ സാധ്യതകളും കൂടി തിരിച്ചറിയുന്നു. അതോടൊപ്പം തന്നെ എൻ്റെയും എൻ്റെ സഹോദരങ്ങളുടെയും നിരവധിയായ പാപങ്ങൾ ക്ഷമിച്ച് അവിടുന്ന് വിശുദ്ധീകരിക്കുന്നതും. കർത്താവേ, എനിക്ക് അങ്ങയെയും എൻ്റെ സഹോദരങ്ങളെയും അവരുടെ ആവശ്യങ്ങളെയും തിരിച്ചറിഞ്ഞ് സഹായിക്കുവാനുള്ള കൃപ നൽകണമേ. എൻ്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ ഞാനും കരുണയുള്ളവനായിരിക്കും. കരുണ എന്ന ഫലം ഞാനിന്ന് പുറപ്പെടുവിക്കും. ആമേൻ.